എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനായി എന്നെ കാക്കണം യാ റബ്ബനാ. പരമയോഗി ക്ലേശമായതിൽ ബേജാറിനാൽ അകം തേങ്ങിടോ അതിശാദിനങ്ങൾ തേടിടും ബദരീങ്ങളായ റബ്ബനാ. പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫതന്ന ദീർഘായുസിനും ബദരീങ്ങളാൽ തുണറബന. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ കൊണ്ടുവന്ന് ഇടയാളന്മാരാക്കി കൊണ്ടുവരുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ കന്യമായി ഈ ഒരു വിശ്വാസം അതിനെ പൂർണ്ണമായ രൂപത്തിൽ അവഗണിക്കാൻ കേരളീയ മുസ്ലിങ്ങൾക്കാവേണ്ടതുണ്ട്. തവസ്സുൽ എന്ന ആശയം കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ദുആ ചെയ്യുന്ന അവസരത്തിൽ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ഇതാണ് ഇവിടെ തർക്കത്തിരിക്കുന്ന തവസ്സുൽ, ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തവസ്സുൽ. ഈ തവസ്സുൽ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി അൽ വസീല. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനക്ക് തഖ്വയുള്ളവരാകണം. വബ്തഗൂ ഇലൈഹി അൽ വസീല, അള്ളാഹുലേക്ക് നിങ്ങൾ വസീലയെ നിശ്ചയിക്കണം, മധ്യവർത്തിയെ നിശ്ചയിക്കണം എന്ന് കൃത്യമായി തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുള്ള, വലിയ മുഹദ്ദിസാണ്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുള്ള. ആ ഇമാം സഹാബി റഹിമഹുള്ള അവിടുത്തെ അൽ ഖൗലുൽ ബദിഅ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വമിൻ ഹാദൽ ഖൗലി അത്തവസ്സുലു ഇലല്ലാഹി തആല ബി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വബ്തഗൂ ഇലൈഹി വസീല എന്നതിന്റെ പരിധിയിൽപ്പെട്ടതാണ് അത്തവസ്സുലു ഇലല്ലാഹി തആല ബി നബിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുള്ള കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുള്ളയെ ഒരു മുജാഹിദിനിക്കും തള്ളാൻ സാധിക്കില്ല. കാരണം ഇസ്തിലാഉൽ ഹദീസിലെ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ആധികാരിക പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുള്ള. ഇമാം സഹാബിയുടെ ഫത്ഹുൽ മുഗീസ് എന്ന് പറയുന്ന ഇസ്തിലാഉൽ ഹദീസിന്റെ ഗ്രന്ഥം മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ ഗ്രന്ഥവും പിൽക്കാലത്ത് രചിക്കപ്പെട്ടില്ല. അത്രത്തോളം ആധികാരികവും അവലംബിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ മുഴുവൻ ഉലമാക്കളും തവസ്സുൽ അംഗീകരിച്ചവരും തവസ്സുൽ ചെയ്തവരും ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചവരുമാണ്. അതിൽ എല്ലാ ഇമാമിങ്ങളും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എത്രത്തോളം ഞാൻ നേരത്തെ ഇമാം സഹാബിയെ പരിചയപ്പെടുത്തിയല്ലോ, ആ ഇമാം സഹാബിക്ക് സമാനമായി അല്ലെങ്കിൽ ഇമാം സഹാബിയെക്കാളും ഇസ്തിലാഉൽ ഹദീസിന്റെ വിഷയത്തിൽ ആധികാരികമായി പരിഗണിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ല വലിയ പണ്ഡിതനാണ്. ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലയുടെ മുഖദ്ദിമ, ആ മുഖദ്ദിമ അവലംബിച്ചുകൊണ്ടാണ് പിൻകാലഘട്ടത്തിലെ ഇസ്തിലാഉൽ ഹദീസിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും രചിക്കപ്പെടുന്നത്. ആ ഇബ്നു സലാഹ് റഹിമഹുല്ല അവിടുത്തെ ഫത്താവയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. ആ മുഅ്ജിസത്തുകൾ എത്ര എണ്ണം മുഅ്ജിസത്ത് എന്ന് പറയാണ്. അതിനുശേഷം മഹാൻ പറയാണ്, ഹബീബായ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുഅ്ജിസത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശേഷം ശരിക്കാണ്, വദാലിക അന്ന കറാമാത്തിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി വ ഇജാബാത്തിൽ മുതവസ്സിന ബിഹി ഫി ഹവായിദിഹിം വ മഹൂസാത്തിഹിം അഖീബ തവസ്സുലിഹിം ബിഹി ഫി ശദായിദിഹിം ബറാഹീനുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാതിഉ വ മുഅ്ജിസാത്തുൽ ലഹു സവാതിഉ വലാ യഉദ്ദുഹാ അദ്ദുൻ വലാ യഹ്സുറുഹാ ഹദ്ദുൻ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഹബീബായ റസൂലുള്ളാഹിയെ കൊണ്ട് ജനങ്ങൾ ആ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും തവസ്സുലാക്കുമ്പോൾ ആ തവസ്സുലാക്കുമ്പോൾ ലഭിക്കുന്ന ഇജാബത്തുകൾ, ആ ഇജാബത്ത് ഹബീബായ റസൂലുള്ളാഹിയുടെ മുഅ്ജിസാത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ജനങ്ങൾ റസൂലുള്ളാഹിയെ കൊണ്ട് തവസ്സുൽ നടത്തുകയും ആ തവസ്സുലിന് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നത് അത് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽപ്പെട്ട കാര്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത്. ചുരുക്കത്തിൽ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇടയാള സിദ്ധാന്തം എന്നത് ഇസ്ലാം എതിർക്കുന്നതല്ല. കേരളത്തിലെ മുജാഹിദുകൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് പോലെ ഷിർക്കല്ല, മറ്റൊരു കാലത്ത് പറഞ്ഞതുപോലെ കറാഹത്തുമല്ല, പിന്നൊരു കാലത്ത് പറയുന്ന ബിദ്അത്തുമല്ല, മറിച്ച് ഖുർആനിന്റെ പിന്തുണയുള്ള, ഹദീസുകളുടെ പിന്തുണയുള്ള, മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഇമ്മത്തുകളുടെ പിന്തുണയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക.